ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ടോപ്പർ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. വാട്ട് ആർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ is bonded to surrounding molecules or ions called ligands through coordinate covalent bonds. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എടുക്കുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ കാണുന്ന ഫസ്റ്റ് ആളാണ് ഒരു മെറ്റൽ ആറ്റം കാണും. അതിനെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയും. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തിട്ട് കുറച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് കാണും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലിഗാൻസ്. അപ്പൊ ഞാൻ മെറ്റൽ ആറ്റത്തിനെ ഇവിടെ എം എന്നും ലിഗാൻസിനെ എൽ എന്നും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലിഗാൻസ് എന്ന് പറയുന്നത് 4 ആകാം, 6 ആകാം, അതായത് അതിന്റെ നമ്പർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും. അതായത് ഇപ്പൊ ML4 ഒരു മെറ്റൽ ആറ്റവും 4 ലിഗാൻസും ഉണ്ടെങ്കിൽ ML4 എന്ന് എഴുതിയിട്ട് അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ വെക്കും. അപ്പൊ ഈ മെറ്റലും ലിഗാൻഡും തമ്മിൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിനെയാണ് നമ്മൾ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു മെറ്റൽ ആറ്റവും കാണും, ലിഗാൻസും കാണും. അപ്പൊ ഇനി എന്താണ് ലിഗാൻസ്? Ligands are molecules or ions that donate electron pairs to a central metal atom or ion in coordination compounds. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ലിഗാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലിഗാൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർസ് ടു സെൻട്രൽ മെറ്റൽ ആറ്റം. അങ്ങനെ ലിഗാൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. യൂണിഡെൻഡേറ്റ് ഓർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പം യൂണി അല്ലെങ്കിൽ മോണോ മീൻസ് എന്താണ്? അവിടെ ഒരൊറ്റ മീൻസ് 1 ആണല്ലേ, അവിടെ ഒരു ഡോണറാറ്റം മാത്രമേ കാണത്തുള്ളൂ. ആ ഡോണറാറ്റം വെച്ചിട്ടായിരിക്കും സെൻട്രൽ മെറ്റലാറ്റവുമായിട്ട് അത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് മോണോഡെൻഡേറ്റ് എന്ന് പറയുന്നത് എ ലിഗാൻഡ് ദാറ്റ് ബൈൻഡ്സ് ടു ദി സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ത്രൂ എ സിംഗിൾ ഡോണർ ആറ്റം. അതിന് എക്സാമ്പിൾ ആണ് Cl മൈനസ്, NH3, H2O. ഇതിൽ Cl- എടുക്കുമ്പം Cl മെറ്റൽ ആറ്റവുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിരിക്കും. NH3 എടുക്കുന്ന സമയത്ത് നൈട്രജൻ ഉണ്ടല്ലോ, ഇവിടെ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായിരിക്കും മെറ്റൽ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. വാട്ടർ എടുത്താൽ H2O എടുത്താൽ അതിനകത്തായിരിക്കും ഓക്സിജൻ ആയിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് കാർബൺ മോണോക്സൈഡ്, CO-യും ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. അതായത് അതിനകത്ത് എന്ത് കാണും? ഒരു സിംഗിൾ ഡോണറാറ്റം മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ഡൈഡെൻഡേറ്റ് ലിഗാൻഡുകൾ. അപ്പൊ ഇവിടെ ബൈ അല്ലെങ്കിൽ ഡൈ മീൻസ് എന്താണ്? 2 ആണ്. അപ്പൊ ഇവിടെ എത്ര ഡോണറാറ്റംസ് കാണും? 2 ഡോണറാറ്റംസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ഡൈഡെൻഡേറ്റ് എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എഥിലീൻ ഡയമീൻ ഓക്സലേറ്റ്. എഥിലീൻ ഡയമീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് NH2 CH2 CH2 NH2. ഇതാണ് എഥിലീൻ ഡയമീൻ. അപ്പൊ ഇവിടെ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഈ 2 നൈട്രജൻ ആറ്റവും എന്ത് ചെയ്യും? മെറ്റൽ ആറ്റവുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കും. ഇനി ഓക്സലേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് C2O4 2- എന്നായിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയും 2 ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും? മെറ്റൽ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ 2 ഡോണർ ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ആണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പൊ പോളിഡെൻഡേറ്റ് മീൻസ്, പോളി മീൻസ് എന്താണ്? മെനി. അതായത് 2ൽ കൂടുതൽ ഡോണർ ആറ്റംസ് വന്നാൽ അതിനെയാണ് പോളിഡെൻഡേറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് EDTA, എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ പോളിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് EDTA. ഇനി ലാസ്റ്റ് വൺ ആണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ദേ ആർ ആക്ച്വലി യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും. പക്ഷെ ഇതിൽ എന്ത് കാണും? 1ൽ കൂടുതൽ ഡോണർ ആറ്റംസ് കാണും. മനസ്സിലായോ? ആംബിഡെൻഡേറ്റ് എന്ന ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും. ഇതിന് 1ൽ കൂടുതൽ ഡോണർ ആറ്റംസ് കാണും. അപ്പൊ ഈ 2 ഡോണർ ആറ്റവും വെച്ചിട്ട് സെൻട്രൽ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആംബിഡെൻഡേറ്റ് ലിഗാൻഡിനുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന NO2-,
SCN മൈനസ്, CN മൈനസ്, SO3 2 മൈനസ്. ഇപ്പൊ NO2 മൈനസ് എന്ന് പറയുമ്പോൾ നൈട്രേറ്റ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ മെറ്റലാറ്റത്തിന് നൈട്രജനുമായിട്ടും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓക്സിജനെ എന്ത് ചെയ്യും? മെറ്റലാറ്റവുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ രണ്ട് പേര് വഴി എന്ത് ചെയ്യാൻ പറ്റും? കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ CN മൈനസ് എടുക്കുന്നെങ്കിൽ മെറ്റലാറ്റത്തിന് നമ്മുടെ കാർബൺ മെറ്റലാറ്റവുമായിട്ട് ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ മെറ്റലാറ്റവുമായിട്ട് നൈട്രജനെ ലിങ്ക് ചെയ്യും. അതാണ് പറയുന്നത്. രണ്ടു പേരുമായിട്ട്, അതായത് ഈ ലിഗാൻഡുകൾക്ക് ക്യാൻ കോർഡിനേറ്റ് ടു ദി സെൻട്രൽ മെറ്റൽ ആറ്റം ത്രൂ ഡിഫറെന്റ് ആറ്റംസ്. അതിനെയാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ്, അതിന് എക്സാമ്പിള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കീം 2025 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്? താഴെ തന്നിരിക്കുന്നതിൽ ആംബിഡെന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ഏതാണ്? ഇപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓക്സലേറ്റ്. ഓക്സലേറ്റ് ഏത് ലിഗാൻഡിന് എക്സാമ്പിൾ ആയിരുന്നു? നമ്മൾ പറഞ്ഞേ ബൈഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആയിരുന്നു ഓക്സലേറ്റ്. അടുത്ത കാർബൺ മോണോക്സൈഡ് ഏതിനായിരുന്നു? യൂണിഡെന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് കാർബൺ മോണോക്സൈഡ്. എഥിലീൻ ഡയമീൻ, അതായത് രണ്ട് ഡോണർ ആറ്റംസ് ഉണ്ട്, അതും ബൈഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. അടുത്ത അമോണിയ NH3 ഏതിനായിരുന്നു? യൂണിഡെന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആയിരുന്നു. ഇനി നമ്മൾ പറഞ്ഞ നൈട്രേറ്റിനെ എങ്ങനെ എഴുതുന്നത്? NO2 മൈനസ് എന്നാണ് അല്ലെ. അപ്പം നൈട്രജൻ വഴിയും മെറ്റലാറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യാം, ഓക്സിജൻ വഴിയും ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നൈട്രേറ്റ് എന്ന് പറയുന്നതാണ് ഇത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ആംബിഡെന്റേറ്റിന്? ഓപ്ഷൻ ഇ, നൈട്രേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ലിഗാൻഡ്സിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്, അതിനകത്ത് ലിഗാൻഡ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ മീൻസ് number of ligand donor atoms directly bonded to the central metal atom or ion in a coordination compound. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ലിഗാൻസിന്റെ എണ്ണത്തിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിള് ഞാനൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുകയാണ്. NiCO 4 ടൈംസ്. ഇവിടെ നോക്കി, ഇവിടെ മെറ്റലാറ്റം എന്ന് പറയുന്നത് നിക്കലാണ് അല്ലെ. Na ആണ് മെറ്റലാറ്റം, CO എന്ന് പറയുന്നതാണ് ലിഗാൻഡ്. അപ്പൊ ഇവിടെ മെറ്റലാറ്റമായ നിക്കലിന്റെ കൂടെ എത്ര ലിഗാൻഡുകൾ അവിടെ ബോണ്ട് ചെയ്തിട്ടുണ്ട്? 4 ലിഗാൻഡ് അല്ലെ. CO4 എന്നല്ലേ പറഞ്ഞ, 4 ലിഗാൻഡ്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 4. സിമ്പിൾ അല്ലേ. അതായത് എത്ര പേര് ബോണ്ട് ചെയ്യുന്നോ അത്രയും എണ്ണത്തിനെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കോർഡിനേഷൻ കോംപ്ലക്സസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്നും സെക്കൻഡ് വൺ ആണ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. ഹോമോലെപ്റ്റിക് ആ വേർഡിൽ തന്നെ ഉണ്ട്. ഹോമോ എന്ന് പറഞ്ഞ എന്താണ്? സെയിം. ഇപ്പൊ ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്താണ്? കോംപ്ലക്സസ് ഇൻ വിച്ച് എ മെറ്റൽ ഈസ് ബൗണ്ട് ടു ഓൺലി വൺ കൈൻഡ് ഓഫ് ലിഗാൻഡ്സ്. അതായത് മെറ്റൽ ആണെങ്കിൽ ഒരു ടൈപ്പ് ലിഗാൻഡുമായിട്ട് മാത്രം ബൈൻഡ് ചെയ്തിരിക്കുവാണെങ്കിൽ അതിനെയാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ, CONH3 6 ടൈംസ് 3+. ഇവിടെ കൊബാൾട്ട് ആണ് മെറ്റലാറ്റം, സെൻട്രൽ മെറ്റലാറ്റം. അവിടുത്തെ ലിഗാൻഡ് ആരാണ്? NH3 ആണ് അല്ലെ. ആ NH3 തന്നെ 6 വട്ടമുണ്ട്. അപ്പൊ 6 വട്ടമാകുമ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയായി? നമുക്ക് കോർഡിനേഷൻ നമ്പർ കൂടെ എഴുതാം. കോർഡിനേഷൻ നമ്പർ 6 ആയി അല്ലെ. 6 പേരുണ്ട്. ഇവിടെ നോക്കിയേ, കൊബാൾട്ട് മെറ്റലാറ്റം NH3 എന്ന് പറയുന്ന യൂണിഡെന്റേറ്റ് ലിഗാൻഡുമായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു ലിഗാൻഡ്, ഒരു ടൈപ്പ് ലിഗാൻഡുമായിട്ട് മാത്രമേ ഇവിടെ ബൈൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് വൺ ആണ് ഹെറ്ററോലെപ്റ്റിക്. ഹെറ്ററോ മീൻസ് എന്താണ്? ഡിഫറെന്റ്. അതായത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ലിഗാൻഡുമായിട്ട് മെറ്റലാറ്റം ബൈൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയും. കോംപ്ലക്സസ് ഇൻ വിച്ച് എ മെറ്റൽ ഈസ് ബൗണ്ട് ടു മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ലിഗാൻഡ്സ്. അതായത് എന്താണ്? ഒരു മെറ്റലാറ്റം ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ലിഗാൻഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്.
ഇതിന് എക്സാമ്പിൾ നോക്കിയേ, CO NH3 4 ടൈംസ് Cl2. ഇവിടെ മെറ്റൽ ആറ്റം ആരാണ്? മെറ്റൽ ആറ്റം കൊബാൾട്ട് തന്നെയാണ്. ലിഗാൻസ് ആരൊക്കെയുണ്ട്? NH3 അമോണിയയും ഉണ്ട്, ക്ലോറൈഡും ഉണ്ടല്ലേ, Cl ഉണ്ട്. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ രണ്ട് ടൈപ്പ് ലിഗാൻഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ അടുത്ത ഒരു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹെറ്ററോലെപ്റ്റിക്? ഇപ്പൊ ഹെറ്ററോലെപ്റ്റിക് എന്ന പേര് കേൾക്കുമ്പോഴേ അറിയാലോ, ഒന്നിൽ കൂടുതൽ കൈൻഡ് ഓഫ് ലിഗാൻഡുമായിട്ട് മെറ്റൽ ആറ്റം ലിങ്ക് ചെയ്യണം. ഫസ്റ്റ് വൺ നോക്കിയേ, CO NH3 6 ടൈംസ്. ഇവിടെ കൊബാൾട്ട് NH3 ലിഗാൻഡുമായിട്ട് മാത്രമാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഇത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. അടുത്തത് FeCN6, അതും എന്തിന് എക്സാമ്പിൾ? അയൺ ഇവിടെ CN മാത്രമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, അതും ഹോമോലെപ്റ്റിക് കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. ഇനി CO SCN 4 ടൈംസ് 2 ഇവിടെ എന്താണ്? കൊബാൾട്ട് എന്ന് പറയുന്നത് SCN എന്ന് പറയുന്ന ലിഗാൻഡുമായിട്ട് മാത്രം. അപ്പൊ അതും ഒരു ഹോമോലെപ്റ്റിക് കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. അടുത്ത CO NH3 4 ടൈംസ് Cl2. ഇവിടെ നോക്കി, ഇവിടെ കൊബാൾട്ട് NH3 ലിഗാൻഡുമായിട്ടും ബൈൻഡ് ചെയ്തിട്ടുണ്ട്, Cl2 ലിഗാൻഡുമായിട്ടും ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ടൈപ്പ് ലിഗാൻഡ് വന്നതുകൊണ്ട് ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇവിടെ നോക്കിയേ, ഈ ഓപ്ഷനകത്തും CO CN6 കൊബാൾട്ട് സയനൈഡുമായിട്ട് മാത്രമാണ്. അപ്പൊ അതും എന്താണ്? ഹോമോലെപ്റ്റിക് കോംപ്ലക്സസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസുകളാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനായ സ്മാർട്ട് ടോപ്പർ അവൈലബിൾ ആണ്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കീം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ക്ലാസ്സസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യണം. താങ്ക്